പ്രാണനായി. ഭാഗം 16. എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കണ്ണുകൾ തുറന്ന സ്ത്രീ കാണുന്നത് തന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആര്യയായിരുന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇങ്ങനെയൊരു വാത്സല്യമോ സ്നേഹമോ തനിക്കാരും നൽകിയിട്ടില്ല എന്ന ഓർമ്മയിൽ. എന്നാൽ അവൾ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് ആര്യയെ ഉണർത്താതെ അവളുടെ കൈകൾ തന്നിൽ നിന്നും അടർത്തി മാറ്റി എഴുന്നേൽക്കാനായി തുനിഞ്ഞു. ആ നിമിഷം തന്നെ ആര്യ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നിരുന്നു. ശ്രീയേച്ചി വെളുപ്പാങ്കാലത്ത് എവിടെ പോകുക? പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളോടെ അവൾ ചോദിച്ചതും ശ്രീ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അത് പിന്നെ മോളെ, ഞാൻ അടുക്കളയിലേക്ക്. എന്റെ ശ്രീയേച്ചി, ഇപ്പോഴേ അടുക്കളയിലേക്ക് ചെല്ലേണ്ട ഒരാവശ്യവുമില്ല. മാത്രമല്ല, ചേച്ചിയെ അടുക്കളയുടെ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്ന വല്യച്ഛന്റെ ഓർഡർ. അത് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേഗം വന്ന് ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്. ചേച്ചിയോട് ചേർന്ന് കിടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. വാ വാ. അവളോട് ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ആര്യ അവളെ അൻപിനും വില്ലിനും സമ്മതിച്ചില്ല. എങ്ങനെയൊക്കെയോ ആര്യ തന്നെ വീണ്ടും ശ്രീയെ തനിക്ക് അരികിൽ തന്നെ പിടിച്ചു കിടത്തി. അവൾ എഴുന്നേറ്റ് പോകാത്ത വിധം ശ്രീയെ വരിഞ്ഞു മുറുക്കി ദേഹത്ത് കാൽ കയറ്റി വെച്ച് കിടന്നു. അത് കണ്ടതും വേറെ നിവൃത്തിയില്ലാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീയും കണ്ണുകൾ അടച്ചു. പിന്നീട് അവൾ കണ്ണുകൾ തുറന്നത് 6 മണിയായപ്പോൾ ആയിരുന്നു. അപ്പോഴേക്കും വേഗം തന്നെ അവൾ ആര്യയെ എങ്ങനെയൊക്കെയോ തന്നിൽ നിന്നും അടർത്തി മാറ്റി തനിക്കുള്ള വസ്ത്രവുമായി ഫ്രഷ് ആവാൻ കയറി. വേഗം ഫ്രഷായി ഇറങ്ങിയ സ്ത്രീ കാണുന്നത് ബെഡിലിരുന്ന് ഉറക്കപ്പിച്ചിൽ ഓരോന്ന് പറയുന്ന ആര്യയെയും മിത്രയെയും ആയിരുന്നു. ഇരുവർക്കും ചെറിയൊരു പുഞ്ചിരി നൽകി അവൾ തല തുവർത്തി പതിയെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി. ആഹാ, നീ ഇതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞോ ശ്രീ? ഹാ, അത് പറയാതിരിക്കുന്നതാ ഭേദം മിത്രേച്ചി. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കുളിക്കാൻ ഇറങ്ങിയ മുതലാ അത്. ഹോ, എന്തൊക്കെ പറഞ്ഞിട്ടാ ഞാൻ വീണ്ടും പിടിച്ചു കിടത്തിയതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആര്യ പറഞ്ഞു. അത് പിന്നെ ശീലമായിട്ടാ. താൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന പോൽ തലകുനിച്ചു നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും മിത്രയും ആര്യയും പരസ്പരം അത്രമേൽ ദയനീയമായി നോക്കി. എന്റെ കുഞ്ഞെ, പ്ലീസ് നീ കരയരുത്. മിത്ര ദയനീയമായി സ്ത്രീയെ നോക്കി പറഞ്ഞു. അവൾ വേഗം തന്നെ കണ്ണുകൾ അമർത്തി തുടച്ച് ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. നിക്ക് കുഴപ്പമില്ല, ഞാൻ കരഞ്ഞതുമില്ല. നിങ്ങൾക്ക് തോന്നിയതാ. തോന്നും. എന്റെ സുന്ദരിക്കുട്ടിയുടെ മുഖം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കാണാൻ ഭംഗി. എന്നെ വെറുതെ കളിയാക്കുകയൊന്നും വേണ്ടാട്ടോ. ഹോ, ഈ കാലത്തൊരു സത്യവും പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ മിത്രേച്ചി. അത് തന്നെ. നിങ്ങൾ ഇവിടെ എന്താച്ചാ പറഞ്ഞുകൊണ്ടിരിക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവർ ഇരുവരും തന്നെ കളിയാക്കുകയാണെന്ന് തോന്നി ശ്രീ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം തന്നെയായിരുന്നു ഉമയും വന്നത്. അവർ അവളെ നോക്കി അത്രയേറെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ വിളിക്കാൻ വരുമായിരുന്നു എന്റെ കുട്ടീനെ. തന്റെ മകന്റെ പേരിലുള്ള സിന്ദൂരവും താലിയും അണിഞ്ഞു നിൽക്കുന്നവളെ അത്രയേറെ സന്തോഷത്തോടെ നോക്കി പതിയെ അവർ പറഞ്ഞു. അത് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റതാ. പക്ഷേ ആര്യ വീണ്ടും എന്നെ പിടിച്ചു കിടത്തി. അതുകൊണ്ടാ വൈകിയത്. സങ്കടത്തോടെയും അതിലേറെ വിഷമത്തോടെയും തല കുനിച്ചു നിന്ന് ശ്രീ പറഞ്ഞു. അത് കേട്ട് ഉമ അവളെ പുഞ്ചിരിയോടെ തന്നോട് ചേർത്തു നിർത്തി. അതിനെന്തിനാ സങ്കടപ്പെടണേ? മോളുടെ അച്ഛൻ തന്നെ ഇന്നലെ പറഞ്ഞിട്ടല്ലേ പോയത് വെളുപ്പിന് എഴുന്നേറ്റ് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ എന്താ? പിന്നെ ഞാൻ തന്നെ ആര്യയോട് പറഞ്ഞത് മോൾ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ പിടിച്ചു കിടത്തിക്കോണെന്ന്. ആണോ? അത് കേട്ടതും സംശയത്തോടെ അവൾ തല ഉയർത്തി ഉമയെ നോക്കി. ആന്നേ, അവളുടെ നെറ്റിയിൽ അമർത്തി പുഞ്ചിച്ചുകൊണ്ട് അവർ മറുപടി പറഞ്ഞു. കൗതുകത്തോടെ തന്റെ പ്രവൃത്തിയിൽ കണ്ണുകൾ വിടർത്തി തന്നെ നോക്കുന്ന ആ കുഞ്ഞു പെണ്ണിനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് നിർത്തി അവർ അവളുമായി താഴേക്ക് നടന്നു. അടുക്കളയിലെത്തിയതും ജാനുവും രാധയും മായയും ഉമ ചേർത്തു പിടിച്ചു നിൽക്കുന്ന സ്ത്രീയെ അത്ഭുതത്തോടെ നോക്കി. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ രാധയെയും മായയെയും നോക്കി. എന്നാൽ ജാനുവിൽ കണ്ണുകൾ പതിഞ്ഞതും അവൾ പേടിയോടെ ഉമയോട് ചേർന്ന് നിന്നു. എന്തിനാ ശ്രീകുട്ടി നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇനി ഈ തറവാട്ടിലുള്ളവരെ ആരെയും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇവിടെയുള്ളവർക്കുള്ള അതേ അധികാരവും അവകാശവും നിനക്കിവിടെയുണ്ട്. അത് മനസ്സിലാക്കി വേണം ഇനി ആരോടും പെരുമാറാൻ. അവളെ തുറിച്ചു നോക്കി നിൽക്കുന്ന ജാനുവിനെ ഒന്ന് നോക്കി ഊന്നിയായിരുന്നു ഉമ ആ വാക്കുകൾ പറഞ്ഞത്. ഉമയുടെ നോട്ടം കണ്ടതും ജാനു വേഗം സ്ത്രീയിൽ നിന്നും മുഖം തിരിച്ച് ഒരു പതർച്ചയോടെ തലകുനിച്ചു നിന്നു. ആഹാരം കഴിക്കാൻ വന്നിരുന്നവരോടും എല്ലാവരോടും പുഞ്ചിരിയോട് കൂടിയായിരുന്നു സ്ത്രീ നിന്നത്. എന്നാൽ അവളെ ഇഷ്ടമില്ലാതെ മുഖം തിരിക്കുന്നവരെ പോലും അവൾ തന്റെ പുഞ്ചിരിയോടെ തന്നെ നേരിട്ടു. അവളുടെ ആ ചിരി പോലും വൈദേഹിയിലും നേത്രയിലും ആർച്ചയിലും വല്ലാത്ത ദേഷ്യം നിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവളെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു വഴക്കിലെ കലാശിക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർ മൂവരും മിണ്ടാതിരുന്നു.
എങ്കിൽ കൂടിയും ശങ്കരനാരായണനിലും വൈഗാമിയിലും തങ്ങളുടെ രോക്ഷം പ്രകടനമായി തന്നെ തെളിഞ്ഞു നിന്നിരുന്നു. അതറിയുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കാനോ വില കൽപ്പിക്കാനോ ശ്രമിച്ചിരുന്നില്ല. തനിക്കായി ആഹാരം വിളമ്പി പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ ദേവൻ വാത്സല്യത്തോടെ നോക്കി. തങ്ങളോടൊപ്പം അവളെ ഇരിക്കാൻ നിർബന്ധിച്ചാലും അവൾ ഉമയോടും മറ്റുള്ളവരോടും ഒപ്പമേ ഇരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾ അതിനായി തുനിഞ്ഞില്ല. ആഹാരം കഴിക്കാൻ കാർത്തി വന്നപ്പോൾ മാത്രം അവൾ വേഗം അടുക്കളയിലേക്ക് വലിഞ്ഞു. തന്റെ മുഖം പോലും കാണുന്നത് ഒരുപക്ഷെ അവൻ ഇഷ്ടം പെട്ടില്ലെങ്കിലോ എന്നൊരു ചിന്തയായിരുന്നു അവളിൽ. എന്നാൽ ആഹാരം കഴിക്കാൻ വന്നിരുന്നിട്ടും 2 ദിവസം മുന്നേ വരെ തനിക്ക് വിളമ്പിത്തരുന്നവളെ കാണുന്നില്ല എന്ന് വന്നതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അത് മുഷ്ടി ചുരുട്ടി അടക്കാനും ശ്രമിച്ചു. അല്ല അമ്മേ, ഞങ്ങളുടെ സൂക്കുട്ടി എവിടെ? കൈ കഴുകി ടേബിളിൽ വന്നിരിക്കുന്നതിനിടയിൽ അഭി ചോദിച്ചു. മോൾ അടുക്കളയിൽ എന്തോ പണിയായിട്ട് പോയിരിക്കുക. അവനും കാർത്തിക്കും ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ട് തന്നെ ജയന്തി ഉത്തരം പറഞ്ഞു. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരവും കാർത്തിയുടെ കണ്ണുകൾ അവിടമാകെ ചുറ്റും വലം വെച്ചു. എന്നാൽ പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നതും അവൻ നിരാശയോടെ കാറിലേക്ക് കയറി. ദേവേട്ടാ, എന്താടോ? ഓഫീസ് ബാഗ് ഉമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി കാറിന്റെ ഡോർ തുറന്ന് അതിലേക്ക് വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. വൈകുന്നേരം കുറച്ച് നേരത്തെ വരാമോ? എന്താടോ, എന്തെങ്കിലും മേടിക്കാനുണ്ടോ? മോൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. ആഹാ, അതാണോ കാര്യം? അതിന് ഞാൻ വരേണ്ട ആവശ്യം എന്താ? ഡ്രൈവർ ഉണ്ടല്ലോ, നീ മോളെയും കൂട്ടി പോയിക്കോ. പക്ഷേ ഏട്ടാ, ഞാൻ മോളെയും കൂട്ടി പോകുമ്പോൾ ചിലപ്പോൾ അത് അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഏട്ടനുള്ളപ്പോ ആരും എതിർത്ത് പറയില്ലല്ലോ, അതോർത്താ ഞാൻ. അത് ഉമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ദേവൻ അവരെ ഒന്ന് നോക്കി. എങ്കിൽ നമുക്ക് വൈകുന്നേരം വന്നിട്ട് പോകാം, ഞാൻ അല്പം നേരത്തെ വരാം. ഹാം, ശരി ഏട്ടാ. പുഞ്ചിരിയോടെ തന്നെ ഉമ അയാളെ യാത്രയാക്കി. രാവിലെ ഓഫീസിൽ എത്തിയപ്പോൾ മുതൽ സിദ്ധുവിന് വല്ലാത്ത വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും ഇന്നെങ്കിലും താനെല്ലാം തുറഞ്ഞു പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ സ്വയം ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ ശ്രമിച്ചു. ക്യാബിനിൽ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ സിദ്ധു കാർത്തിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവിടെ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ന പേടിയോടെ. ഡാ, ഞാൻ ആ മാധവ് ഗ്രൂപ്പിന്റെ സൈറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, നീ വരുന്നുണ്ടോ? സിദ്ധുവിന്റെ ക്യാബിനിലേക്ക് വന്നുകൊണ്ട് അഭി ചോദിച്ചു. കാർത്തി വരുന്നുണ്ടോ? ആകാംക്ഷയോടെ സിദ്ധു തിരക്കി. കാരണം അഭിയുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും കാർത്തിയോട് ശ്രീയുടെ കാര്യം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ ആദ്യം കാർത്തി പോരുന്നുണ്ടോ എന്ന് തിരക്കിയത് തന്നെ. ഇല്ലടാ, അവന് വേറെന്തോ ഫയൽ നോക്കാനുണ്ടെന്ന്. ഞാനും ഇല്ലടാ, നീ പോയിട്ട് വാ. ആയിക്കോട്ടെ. അഭി പോയി എന്ന് കണ്ടതും സിദ്ധു പതിയെ പുറത്തേക്ക് നടന്നു. കാർത്തിയുടെ ക്യാബിൻ തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. അവളെ കാണാൻ പറ്റാത്തതിൽ എനിക്കെന്തിനാ ഇത്ര അസ്വസ്ഥത? അത് പിന്നെ എന്നും കാണുന്നതല്ലേ, അപ്പോ 2 ദിവസമായി കാണാത്തത് കൊണ്ടാവും. പക്ഷെ തറവാട്ടിലുണ്ടെങ്കിലും ഞാൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാറില്ലല്ലോ. സ്വയം ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്ത് അതിനെ കൂട്ടിക്കിഴിക്കുകയായിരുന്നു ഈ സമയം ക്യാബിനിലിരുന്ന് കാർത്തി. ക്യാബിൻ ഡോർ തുറന്ന് സിദ്ധു അകത്തേക്ക് വരുന്നത് കണ്ടതും കാർത്തി വേഗം തന്റെ മുഖം കൈകളാൽ അമർത്തി തുടച്ചു. ഹാ, നീ അഭിക്കൊപ്പം പോയില്ലേ? ഇല്ലടാ, കുറച്ചു ഫയൽ നോക്കാനുണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ ചെയറിലേക്കിരുന്നു. മൗനത്തോടെ ഇരിക്കുന്ന സിദ്ധുവിനെ കണ്ടതും കാർത്തിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താടാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ എന്തെങ്കിലും പറയാനുണ്ടോ? കാർത്തി ചോദിച്ചതും അവൻ ഒന്ന് മൂളി. എങ്കിൽ കാര്യം പറ. കാർത്തി, എന്താടാ? അത് പിന്നെ ശ്രീനന്ദിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? അവളെ നിനക്ക് നിന്റെ ഭാര്യ എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത് സത്യമല്ലേ? ഇപ്പോഴും നീ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ? ഗൗരവത്തോടെയുള്ള സിദ്ധുവിന്റെ ചോദ്യം കേട്ടതും കാർത്തി നെറ്റി ചുളിച്ചു. ഒരുപക്ഷെ അവനെ ഇത്ര ഗൗരവത്തിൽ ആദ്യമായി കാണുന്നത് കൊണ്ടായിരിക്കാം. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ കാർത്തി. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. ചിലപ്പോ അഭി ഉണ്ടെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ അവനില്ലാത്ത സമയം തന്നെ തിരഞ്ഞെടുത്തത്. അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ടതും കാർത്തിയും ഗൗരവത്തിലായി. ഓക്കെ, ഞാൻ നീ ചോദിച്ചതിന് ഉത്തരം തരാം. പക്ഷെ അതിനു മുന്നേ നീ എന്റെ ഒരേ ഒരു ചോദ്യത്തിന് മറുപടി തരണം. എന്ത്? നന്ദ, സോറി, ശ്രീനന്ദയെ നീയുമായി എന്താ റിലേഷൻ? ഐ മീൻ, അവളുടെ കാര്യത്തിൽ എന്താ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യാന്വേഷണം? എവിടെയൊക്കെയോ വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും കാർത്തിയിൽ ആ സമയം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. തന്റെ നെഞ്ചോട് ചേർന്നു നിന്ന ആ കുഞ്ഞു പെണ്ണിന്റെ മുഖം ഓർമ്മ വന്നതും കാർത്തി തന്റെ മുന്നിലിരിക്കുന്ന സിദ്ധുവിനെ രൂക്ഷമായി നോക്കി. അവന്റെ ആ നോട്ടത്തിൽ ഒന്ന് പകച്ചു പോയെങ്കിലും ധൈര്യം കൈവിടാതെ നിന്നു സിദ്ധു. എന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അത് പിന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അല്ല, അങ്ങനെയല്ല, എനിക്ക് അവളെ ഇഷ്ടമാണ്. പെട്ടെന്നുള്ള സിദ്ധുവിന്റെ ആ മറുപടിയിൽ കാർത്തി അമ്പരന്നു പോയി.
ഒരിക്കലും ഇങ്ങനെ ഒരു മറുപടി അവനിൽ നിന്നും കാർത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. നീ എന്താ സിദ്ധു ഇപ്പോൾ പറഞ്ഞത്? നിനക്ക് ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞതെന്ന്? ദേഷ്യത്തിൽ അടിമുടി വിറച്ചുപോയി കാർത്തി. നല്ല ഓർമ്മയുണ്ട് കാർത്തി. ഒരുപക്ഷെ നീ അവളുടെ കഴുത്തിൽ 1 മാസം മുന്നേ ആ താലി കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവൾ എന്റേത് മാത്രമാകുമായിരുന്നു. ഒന്നും തന്നെ അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ ഉള്ളിലുള്ള പ്രണയം തുറന്നു പറഞ്ഞ് കൂടെ കൂട്ടിയനെ ഞാൻ. സിദ്ധു, നിനക്കവളെ ഇഷ്ടമായിരുന്നടാ അവളെ എനിക്ക്. എപ്പോ കണ്ടാലും ഒരു പുഞ്ചിരി നൽകുന്ന ആ നിഷ്കളങ്കമായ മുഖത്തോട്, ആരെന്തു പറഞ്ഞാലും തല കുനിച്ചു നിന്ന് കേൾക്കുന്ന, ആരെത്രയൊക്കെ ചീത്ത പറഞ്ഞാലും യാതൊരു പരിഭവമില്ലാതെ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുന്ന കുഞ്ഞു പെണ്ണിനോട് പ്രണയമായിരുന്നടാ എനിക്ക്. ഉറക്കെ അലറിപ്പോയി സിദ്ധു. അവൻ തല കുനിച്ചുകൊണ്ട് ആ ചെയറിലേക്ക് ഇരുന്നു പോയി. തുടരും. പ്രാണനായുടെ അടുത്തൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ്.